ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവാസികൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സേവിങ്സ് ചെയ്യുന്നുണ്ടോ, ആ ഒരു സേവിങ്സ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടോ, അത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ചെയ്യാൻ പ്രേരകമായതെന്ന് പറയുന്നത് അച്ഛൻ ഒരു 8 മാസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു 100 പൗണ്ട് വെച്ചിട്ട് സേവ് ചെയ്യുക, സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞു. അപ്പം എനിക്കതിന് പറ്റിയില്ല. അപ്പം അച്ഛൻ അത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നല്ലൊരു എമൗണ്ട് ആയി. അപ്പം ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ആദ്യം മുതലേ കുറച്ച് പൈസ കുറേ വർഷങ്ങളായിട്ട് പ്രവാസിയായിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അപ്പം കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ലൊരു എമൗണ്ട് നമ്മളുടേതായിട്ടുണ്ടാകുമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തതാണ്. എങ്കിൽ തന്നെയും ഓരോരോ കേസസിനെ ആസ്പദമാക്കി നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കഷ്ടപ്പെട്ട് ഓരോ പൈസ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം നമ്മളെ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ ഏത് പ്രവാസിയായിരിക്കുന്നവർ ഏത് രാജ്യത്തിരുന്നാലും ശരി, അവിടെ ഇരിക്കുന്ന ഇപ്പം നമുക്ക് ഉദാഹരണമായി ദുബൈ തന്നെ എടുക്കാം. ദുബൈയിൽ ദറംസ് ആണല്ലോ. അപ്പോൾ ഒരു 100 ദറംസ് ഒരു മാസം 2500 രൂപ, 2000 രൂപ, 3000 റിയാലൊക്കെ സാധാരണ ആൾക്കാരൊക്കെ ശമ്പളമുണ്ട്. അവരൊക്കെ ഏകദേശം 2000 രൂപ, 2500 രൂപയൊക്കെ എങ്ങനെ പോയാലും ആൾക്കാർ നാട്ടിലോട്ട് പൈസ അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ശമ്പളം കിട്ടുന്ന സമയത്ത് നമുക്ക് 100 രൂപ കുറവാണ്, അഗ്രിമെൻറ്റ് കിട്ടിയില്ല, 100 രൂപ കുറവാണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പോട്ടെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ 50 രൂപ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരു 10 വർഷം നമ്മളവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കട്ടെ. 10 വർഷം നമ്മളവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മാസം, 12 × 10 120 മാസം, 120 × 100 ഏതാണ്ട് 12,000 ദറംസ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ വീട് വെക്കുന്നുണ്ട്. ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം അവന് കല്യാണം, എല്ലാ കാര്യങ്ങളും ഒരു പ്രവാസി നാട്ടിൽ നിന്ന് വിളിച്ചു പറയുമ്പം നമ്മളത് കേൾക്കുന്നതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്കായിട്ടൊന്നും സേവിങ്സ് ഇല്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം വീട് വെക്കുന്നു, അല്ലെങ്കിൽ വണ്ടി എടുക്കുന്നു, അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടാണ് പോകുന്നത്. ബാങ്ക് സേവിങ്സ് ഉള്ളത് അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ടാകത്തുള്ളൂ. നല്ല ജോലിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ വലിയ ബാങ്ക് സേവിങ്സ് ഒക്കെ ഉണ്ടാകുന്നു. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ അയക്കുന്നതെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കല്ലേ അയക്കുന്നതെന്ന്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ കഥ കാണുവാനിടയായിരുന്നു ടി വിയിലൂടെ, ഏതോ ഒരു ചാനലിലൂടെ ഞാൻ കണ്ടു. പുള്ളി വർഷങ്ങളോളം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ലക്ഷങ്ങളോളം ഭാര്യയുടെയും മക്കളുടെയും പേരിലേക്ക് അയച്ചു കൊടുത്ത ഒരു കഥ. അയച്ചു കൊടുത്തിട്ട് പുള്ളിക്ക് 5 പൈസയില്ല, വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വീഡിയോ കാണുവാനിടയായിരുന്നു. ഇപ്പോൾ എല്ലാ വീട്ടുകാരും അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ മനുഷ്യൻ അന്ന് ആ ഒരു 100 രൂപ, ആ 100 ദറംസ്, അയാൾ ദുബൈയിലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, 100 ദറംസ് വെച്ച് പുള്ളിയുടെ അക്കൗണ്ടിൽ അന്ന് 20 വർഷം ജോലി ചെയ്ത് ആ മനുഷ്യൻ ഇട്ടിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയാവുമായിരുന്നു. സ്നേഹത്തോടെ ഇരിക്കുമ്പം വിചാരിക്കുന്നില്ലല്ലോ എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്യും, എന്റെ മക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇന്നത്തെ കാലത്തെ മക്കളുമാർ നമ്മളെ എത്രത്തോളം നോക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയോ. ഒരു അമ്മയെ വെട്ടി, അല്ലെങ്കിൽ സഹോദരങ്ങളെ വെട്ടി കൊന്നു, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ നമ്മളെ നോക്കുന്നൊന്നും ഒരു ഉറപ്പുമില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ അപ്പനമ്മയ്ക്ക് കുറേയൊക്കെ എങ്ങനെ തോന്നിയെങ്കിലും നമ്മളെ അതിൻ്റെ ഒരു 10-1 പോലും നോക്കുമെന്ന് ഈ പുതിയ ജനറേഷൻ നോക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. അതും തമ്മിൽ നമ്മുടെ മക്കളാണ് നമ്മളെ നോക്കുമെന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ വൃദ്ധസാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ്. നമ്മുടെയൊക്കെ ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ സംസാരം കേൾക്കുന്ന, ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട്, എനിക്ക് പ്രവാസികളോട് പറയാനുള്ള എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് 50 ദറംസേ മാറ്റാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 50 റിയാലേ മാറ്റാൻ പറ്റത്തുള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കണം. അത് മറ്റുള്ളവരോട് ആരും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് 20 വർഷത്തോളം പ്രവാസിയായിരുന്നു. ആ പ്രവാസിയായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല. ഞാൻ പക്ഷേ നശിപ്പിച്ചെന്നല്ല പറയുന്നത്, നമ്മൾ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ 2 പേരും കൂടി ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടി ഒരു 100 രൂപ വെച്ച്, അല്ലെങ്കിൽ ഒരു 50 രൂപ വെച്ച് 2 പേരുടെ അക്കൗണ്ടിലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ഒരാളുടെ അക്കൗണ്ടിലോ ഇട്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. നമുക്ക് പറ്റിയ അബദ്ധം, പുതിയതായിട്ട് വരുന്ന ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുന്ന 1 മുതൽ ഒരു 50 പൗണ്ട് പോട്ടെ, 50 ദറംസ് അല്ലെങ്കിൽ ഒരു 30 ദറംസ് വെച്ചൊരു മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, സേവിങ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക. അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇത് നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.
കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഒരു 2-3 കമന്റ്സ് ഒക്കെ ഇങ്ങനെ കാണാനിടയായി. ആർത്തി ഇങ്ങനെ സേവ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് സേവിങ്സിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ആസ്വാദകരമായ ജീവിതമാണല്ലോ വേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ പ്രവാസികളായിരിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പം പേരൻസിന്റെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് പേരൻസുമായിട്ട് നല്ലൊരു റിലേഷനിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ, നമുക്ക് തന്നെ ഒരു എമർജൻസി വരുമ്പോൾ മനസ്സിലാവും സേവിങ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, സേവിങ്സ് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പൊ ആർത്തിയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തിയല്ല, നമ്മുടെ ശമ്പളത്തിന്റെ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ്. അല്ല, ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏതാണ്ട് 5 വർഷം ദുബൈയിൽ നിന്നിട്ട് നാട്ടിൽ പോയി. അപ്പോൾ ഇവക്ക് സൗദിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയായി, 2 ലക്ഷം രൂപ കണ്ടായി അല്ലേ, അത്രയും കണ്ടായി. അപ്പോൾ ആ കുറേ പൈസയായി. അന്നേരം എൻ്റെ കയ്യിൽ എന്തോ എനിക്ക് സൗദിയിലേക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ ലോൺ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് കുറച്ച് പൈസ എനിക്ക് വേണ്ടി വന്നു. എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. ഞാൻ ഒന്നും അപ്പം അവിടെയുള്ള അന്നത്തെ കാലത്ത് 2010 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പം ചില ആൾക്കാരോട് ചോദിക്കാൻ നമുക്കൊരു ചമ്മൽ, കാരണം പ്രവാസിയാണല്ലോ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് എനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല. അപ്പം ഇനി ഞാൻ ചോദിച്ച ആൾക്കാരൊന്നും എനിക്ക് തന്നില്ല. എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ വീട്ടുകാരാണ് എനിക്ക് ആ പൈസ എനിക്ക് തന്നത്. അപ്പോൾ ആ ഒരു ചെറിയ പൈസ ഞാൻ അന്ന് അത്രയും വർഷം ജോലി ചെയ്ത സമയത്ത് എൻ്റെ അക്കൗണ്ടിലോട്ട് 50 രൂപ മാറ്റിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പോയി എടുത്തിൻ്റെ കാര്യം സാധിക്കാമായിരുന്നു. അന്ന് ഞാൻ പക്ഷേ അത് പഠിച്ചില്ല. പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴിവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ചിന്ത തോന്നിയത്, ഞാൻ ഇങ്ങനെ ചെയ്തത്. വളരെ നല്ലൊരു സന്ദേശമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കൈമാറുന്നത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.